ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടിയ ആ സ്ഥലങ്ങൾ കാണാൻ 2013 സെപ്റ്റംബർ 27 പുലർച്ചെ 2 മണിക്കാണ് കുഴൽമന്നത്തു നിന്നും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. ദൈവത്തിന്റെ കരങ്ങളിൽ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. മസ്കറ്റ് എയർപോർട്ടിൽ നിന്നും ഏകദേശം 2 മണിക്കായിരുന്നു ജോർദാനിലേക്കുള്ള ഫ്ലൈറ്റ്. നിറയെ കൗതുകങ്ങളും കുട്ടിക്കുറുമ്പുകളുമായി ഞങ്ങളുടെ റയൻ ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നു. വൈകുന്നേരം 5 മണിയോടെ ഞങ്ങൾ ജോർദാനിലെത്തി. അവിടെ നിന്നും ബസ്സിലായിരുന്നു താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയത്. ഹോട്ടലിൽ മുറികൾ കിട്ടുന്നതിനായി ഞങ്ങൾ എല്ലാവരും അല്പനേരം കാത്തിരുന്നു. യേശുദേവന്റെ പാദസ്പർശങ്ങൾ ഏറ്റുവാങ്ങിയ ആ സ്ഥലങ്ങൾ ഒരു സ്വപ്നം പോലെ ഞങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നതായി തോന്നി. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഇസ്രായേലിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. യാത്രാമധ്യേയാണ് മഡാബ ആർക്കിയോളജിക്കൽ പാർക്ക്. ഇത് ജോർദാനിലെ ഒരു ഓർത്തഡോക്സ് ചർച്ചാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഈ പാർക്കിൽ തീർത്തും ചിപ്സ് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ചിത്രം, അതിൽ പണ്ട് രാജ്യഭരണം നടന്ന സ്ഥലങ്ങളുടെ രൂപമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബ്രദർ അജിത് കുമാറും അവിടുത്തെ ഗൈഡും ഞങ്ങൾക്ക് വിശദമാക്കി തന്നു. മഡാബ ആർക്കിയോളജിക്കൽ പാർക്കിന് നേരെ മുൻപിലായി കാണുന്നത് നെബോ പർവ്വതവും വലതുവശം ചേർന്ന് കാണുന്നത് ജോർദാന്റെ ചില ഭാഗങ്ങളുമാണ്. തുടർന്ന് അവിടെ നിന്നും ഞങ്ങൾ നെബോ പർവ്വതത്തിലേക്ക് നടന്നു കയറി. വിശുദ്ധ ഗ്രന്ഥം ബൈബിളിന്റെ മുഖം എന്നറിയപ്പെടുന്ന ഒരു വലിയ പ്രതിമയാണ് അവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. പ്രവാചകനായ മോശയ്ക്ക് കനാൻ ദേശം ഈ പർവ്വതത്തിന് മുകളിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുത്തു എന്ന് ബൈബിളിൽ വിശദമാക്കിയിട്ടുണ്ട്. മോവാബ് സമഭൂമിയിൽ നിന്ന് മോവാബ് സമഭൂമി എന്ന് നമ്മൾ കണ്ട യോർദാൻ നിന്നും ഇവിടെ കയറി മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗ മോൾ കയറി. ഈ യെരിഹോവിനെടുത്ത് പറയാൻ കാരണം അന്നത്തെ കാലഘട്ടത്തിൽ യെരിഹോ വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് എഴുതപ്പെട്ട പശ്ചാത്തലം യെരിഹോ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് ആ യെരിഹോവിന് 27 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ യെരിഹോം പട്ടണത്തിന് അടുത്തുള്ള നെബോ പർവ്വതം ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗ മുകളിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്ന സ്ഥലം പിസ്ഗ മുകളിൽ കയറി യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിൻ്റെ മനശ്ശെ ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്ത നഗരമായ യെരിഹോവിൻ്റെ താഴ്വമുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. ഇവിടെ കടലെന്ന് ഉദ്ദേശിക്കുന്ന ചാവകടലാണ്. അങ്ങനെ മൊത്തം ദൈവം മോശയെ കാണിച്ചു. മോശയ്ക്ക് സർവശക്തനായ സകലശക്തിയായ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലത്ത് ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ട് നിർത്തി കാണിച്ചു കൊടുത്തെങ്കിൽ വലിയവരായി നമുക്കും ഈ സ്ഥലം കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. A place of cure both for the souls and for the bodies. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സൗഖ്യപ്പെടുത്തുന്ന സ്ഥലം എന്ന് അവകാശപ്പെടുന്നു ഈ നെബോ പർവ്വതം. നെബോ പർവ്വതത്തിലെ ഒരു മ്യൂസിയമാണ് ഈ കാണുന്നത്. മ്യൂസിയത്തിലെ അത്ഭുത കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ കണ്ടത് ദൈവത്തിന്റെ അനുഗ്രഹം നേടിയ മോശ പ്രവാചകന്റെ സ്മാരകമാണ്. മോശ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന ഗുഹയാണിത്. റോഡിനിരുവശവുമായി നിറയെ ഫാമുകൾ ഇവിടെ കാണാൻ കഴിയും. ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അവർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു. അവർ ഡയറി ഫാം നടത്തുന്നു, സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു, പല ബിസിനസ്സുകൾ അവർ ചെയ്യുന്നു. അവർ ഒരുമിച്ച് താമസിക്കുന്നു.
ഒരുമിച്ച് താമസിക്കുന്നു. പലരും അവരിലേക്ക് വന്ന് ജോയിൻ ചെയ്യാറുണ്ട്. അവര് കബൂത്തുകൾ എന്ന് പറയുന്നു. ഒലിവിന്റെ ഫലം ഇടിച്ചെടുത്തുണ്ടാക്കുന്ന ഒലിവെണ്ണ കൊണ്ടാണ്, ആ എണ്ണയിലാണ് തിരി കത്തിക്കുന്നത്. സമാഗമന കൂടാരം ടാബർനാക്കിളിന്റെ സമയത്ത്, മോശയുടെ കാലത്തും ആ ഒലിവെണ്ണ കൊണ്ട് കത്തുന്ന തിരി 24 മണിക്കൂറും ടാബർനാക്കിളിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജമ്പ് ചാടുക, ചാടിയ മല എന്നാണ് ഈ മലയിൽ നിന്നാണ് കർത്താവ് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ജം മൗണ്ടൻ എന്നതിനെ പറയുന്നത്. ഒരു സൈഡ് കണ്ട് വരാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ വന്നത്. പലപ്പോഴും നമ്മളിൽ നിന്ന് ഒരു നന്മയും വരികയില്ലെന്ന് ലോകം പറയുമ്പോൾ നസ്രത്തിനെ ഓർക്കുക. മനുഷ്യർ പറയുന്നത് പോലെയല്ല ദൈവം പറയും. നേരെ നോക്കുക, അതാണ് നസ്രത്ത്. മനോഹരങ്ങളായ കെട്ടിടങ്ങളും പർവ്വത നിരകളും കണ്ട് ആസ്വദിച്ച് ഏതാണ്ട് ഉച്ചയോടെ ഞങ്ങൾ ഇസ്രായേലിലെത്തി. ഈ കിണറിന്റെ അരികിൽ വെച്ചാണ് ഗബ്രിയേൽ ദൂതൻ ആദ്യമായി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്. ഇപ്പോൾ ഈ കിണർ ഒരു വലിയ പള്ളിക്കകത്താണ്. ആ പള്ളിയുടെ ഉൾവശമാണിത്. അത്ഭുതവും ആശ്ചര്യവും നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അവിടെ നിന്നും കുറച്ചു മാറിയുള്ള മറ്റൊരു പള്ളിയിലെത്തി. ഇത് യേശുവിന്റെ പിതാവായ ജോസഫിന്റെ ഭവനം നിന്നിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പള്ളിയിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ സ്ഥലം. ആശാരിയായിരുന്ന ജോസഫ് ജോലി ചെയ്തിരുന്ന സ്ഥലവും അദ്ദേഹം തന്റെ പണിയായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന അറയുമാണ് ഈ കാണുന്നത്. അവിടെ നിന്നും 1/2 കിലോമീറ്റർ മാറിയാണ് യേശുമാതാവായ മറിയയുടെ ഭവനം നിന്നിരുന്ന സ്ഥലത്തുള്ള പള്ളി. ആ പള്ളിയുടെ ഉൾഭാഗമാണിത്. ഇത് ആ പള്ളിയുടെ പുറമേ നിന്നുള്ള കാഴ്ചയാണ്. പിന്നീട് കർത്താവ് തന്റെ ആദ്യത്തെ അടയാളമായ വെള്ളത്തെ വീഞ്ഞാക്കിയ കാനാവിലെ പള്ളിയിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ വെച്ച് 7 ദമ്പതിമാരുടെ വിവാഹ വാഗ്ദാന നവീകരണം നടന്നു. ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഈ സമർപ്പണ ശുശ്രൂഷ ഒരു സുന്ദരമായ അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് ശേഷവും സമർപ്പണ ശുശ്രൂഷ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന കൽപാത്രത്തിന്റെ മാതൃകയാണിത്. സന്ധ്യയോടെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഈ കാണുന്നതാണ് ഗലീല തടാകം. വളരെ ശാന്തമായി കണ്ട ഈ തടാകം ഒരു മനോഹര കാഴ്ചയാണ്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്നും ഈ തടാകം കാണാമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് ബോട്ടിങ്ങിനായി ഞങ്ങൾ പുറപ്പെട്ടു. വളരെ വൃത്തിയായി സൂക്ഷിച്ച റോഡും അതിന്റെ ചുറ്റുപാടും എല്ലാം കണ്ട് അടുത്തറിഞ്ഞ് ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. വളരെ ഉയരത്തിലുള്ള ഈന്തപ്പനകൾ അവിടെ സുലഭമാണ്. ഞങ്ങൾക്കുള്ള ബോട്ട് തയ്യാറായിരുന്നു. എല്ലാവരും ഒരു നവ്യ അനുഭവത്തിനായി ആവേശത്തോടെ ബോട്ടിൽ കയറി. ആ തടാകത്തിന്റെ ഭംഗി വാക്കുകളിൽ ഒതുക്കാവുന്ന ഒന്നല്ല. ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായ ദേശീയ ഗാനം പാടിയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്.
കൂടുതൽ യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഗലീല ദേശത്തായിരുന്നു. ഈ നേരെ അപ്പുറത്ത് കാണുന്ന സ്ഥലമാണ് ഗദര ദേശം. ഗദര, ആ ഗദര ദേശത്തേക്കാണ് കർത്താവ് ഒരിക്കൽ യാത്ര ചെയ്ത് പോയി. ഈ മലയിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരോട് എവിടേക്ക് പോകാൻ പറഞ്ഞു? അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അക്കരെ എന്ന് വെച്ചാൽ ഗദര ദേശമാണ്. അന്ന് അവിടെ അങ്ങനെയുള്ള ഇന്ന് കാണുന്നത് പോലെയുള്ള ഡെവലപ്മെൻ്റുള്ള സ്ഥലങ്ങളായിരുന്നിരിക്കില്ല. ആ ഗദര ദേശത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ആരും കണ്ടത്? ലഗ്യോനായി പിടിക്കപ്പെട്ട, ഗിലിയോനല്ല, ലഗ്യോൻ, അനേകം ആയിരക്കണക്കിന് പൈശാചിക ശക്തികളാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നതായി നമ്മൾ കാണും. ഈ ബോട്ട്, അന്ന് കടന്നുപോയ ബോട്ട് വെള്ളത്തിൽ മുങ്ങുവാനായി തുടങ്ങുന്നു. അപ്പോഴാണ് കർത്താവ് ഇവിടെ നടന്നു വരുന്നു, ആ മലയിൽ നിന്ന് നടന്നു വരുന്നു. പത്രോസുമായിട്ട് സംഭാഷിക്കുന്നത് നമ്മൾ കാണുന്നു. അതിൽ 10 ശേഷം 14 എഴുതിയിരിക്കുന്നു. നമ്മളത് വായിക്കുന്നതായിരിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം പ്രാർത്ഥനയും പാട്ടുകളുമായി ഞങ്ങൾ ബോട്ടിൽ ചിലവഴിച്ചു. ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു പള്ളിയിലേക്കാണ് പോയത്. ആ പള്ളിയെക്കുറിച്ചും അവിടെയുള്ള വിശ്വാസങ്ങളെക്കുറിച്ചും ബ്രദർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. യേശു ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. യേശു തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, യേശു ഇരുന്നു പറഞ്ഞു എന്നാണ്, നിന്ന് പറഞ്ഞു എന്നല്ല. യേശു ഒരു തരം പഴയ ഒരു ഗുരുക്കന്മാരെല്ലാം ഇരുന്നാണ് സംസാരിച്ചത്. ഇത് നമ്മൾ ചർച്ച തന്നു. ഇരുന്ന് പ്രസംഗിക്കില്ല, നിന്നേ പ്രസംഗിക്കും, അല്ലേ? നിന്ന് പ്രസംഗിക്കുക എന്നുള്ളത് ഒരു വെസ്റ്റേൺ കൾച്ചറാണ്. ഞങ്ങൾ ചേർത്ത് പറഞ്ഞതേ, ഇരുന്ന് പ്രസംഗിക്കുന്നത് ഈസ്റ്റേൺ കൾച്ചറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഹൈന്ദവ ഗുരുക്കന്മാരൊക്കെ ഇരുന്ന് പ്രസംഗിക്കുക. നിന്ന് പ്രസംഗിക്കുന്ന ആരും കണ്ടിട്ടില്ല. ഇരുന്ന് പ്രസംഗം, നമ്മളൊക്കെ സത്സംഗിന് സാധാരണ ഇരുന്നാണ് പ്രസംഗിക്കുന്നത്. ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കൊരു ഹറിബറിയില്ല. ഇരിക്കുക, നമ്മളും കൂടെ ഇരുന്ന് അവരോട് കൂടെ ഇരിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, അവരോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു. നിങ്ങളോടുകൂടെ ഞങ്ങളും ഒന്നുപോലെ തന്നെ. അപ്പോൾ ക്രിസ്ത്യാനികളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ വെസ്റ്റേൺ കൾച്ചറുകാരോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൾച്ചർ പള്ളികളിൽ വന്നത് നിന്ന് പ്രസംഗിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞത് കുറച്ചുകൂടെ നല്ലൊരു ഫിലോസഫിയാണ്. അവർ പറഞ്ഞത്, നിൽക്കുന്നതാണോ ഇരിക്കുന്നതാണോ കുറഞ്ഞ ആൾ ചെയ്യുന്നത്? നിൽക്കുകയാണോ ഇരിക്കുകയാണോ? നിൽക്കുകയാണ്, അല്ലേ? അവർ പറഞ്ഞു, നമ്മൾ മിനിസ്ട്രി ചെയ്യുകയാണ്. വി ആർ ഡൂയിങ് മിനിസ്ട്രി. ഈ മിനിസ്റ്റർ അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നു. നമ്മൾ നിന്നുകൊണ്ടേ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതെന്നാണ് അവരുടെ. അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, രാജ്യം അവർക്കുള്ളത്. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്. സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്ന ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് ലോകത്തെ മാറ്റിമറിച്ച ഒരു സന്ദേശമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ടാണ് 5, 6, 7 അധ്യായം എഴുതിയിരിക്കുന്നത്. ഞാനാണ് യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണിലെ കണ്ണുനീർ കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് ഞാൻ അവൻ്റെ പാദങ്ങൾ കഴുകുമായിരുന്നു. ഇതിനപ്പുറമൊട്ടൊക്കെ എന്താ പറഞ്ഞു വയ്ക്കണം, അല്ലേ? ഞാനാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണിലെ കണ്ണുനീർ കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് ഞാൻ അവൻ്റെ പാദങ്ങളെ കഴുകുമായിരുന്നു. യേശുവിനെയൊക്കെ അടുത്തറിഞ്ഞവരവർ. മഹാത്മാഗാന്ധി, വിവേകാനന്ദ സ്വാമി, ഒരുപാട്. അടുത്തിടയ്ക്ക് ഒരു പുസ്തകം വായിച്ചു, ദ ജീസസ് വി അഡോർ, റിട്ടൺ ബൈ രംഗനാഥാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ വലിയൊരു മനുഷ്യനായിരുന്നു, പ്രസിഡൻ്റായിരുന്നു. ജീസസ് വി അഡോർ, ഞങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ക്രിസ്ത്യാനികൾ പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. ഗ്രാജുവലി ഇറ്റ് ഓൾസോ ബിക്കം എ റിലിജിയൻ. വെറും മതത്തിൻ്റെ ആചാരങ്ങളായിട്ട് മാറി. മതത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ. യേശു ഒരു മതത്തിലുള്ള ആളായിരുന്നു, യഹൂദ മതത്തിൽ. ആ മതത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെ എത്ര പ്രാവശ്യം കർത്താവ് സംസാരിച്ചു. ഒടുവിൽ കർത്താവ് പോലും ചാട്ടവാറെടുത്തു മതത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആത്മീയത മതാതീതമായിരിക്കണം.
സ്പിരിച്വാലിറ്റി ബിയോണ്ട് റിലിജിയോസിറ്റി. ഒരു മതാതീത ആത്മീയതയിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? ഒരു മതവും ആരെയും രക്ഷിക്കുന്നത് കർത്താവ് മാത്രമാണ്. കർത്താവിൻ്റെ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളുടെ അടിസ്ഥാനപ്പെട്ട സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു വചനമാണ്. ആ വചനം ജഡമായി തീർന്നത്, മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നത്, പാവപ്പെട്ട മനുഷ്യരോട് സംസാരിക്കുന്നത്. കർത്താവ് പറയാണ്, കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് ഒക്ടോബർ 2 വരാൻ പോവുകയാണ്, അല്ലേ? അടുത്ത 2-3 ദിവസത്തിനകത്ത് ഒക്ടോബർ 2 വരും. ഒക്ടോബർ 2ൻ്റെ പ്രത്യേകത എന്താണ്? ഗാന്ധി ജയന്തി, അല്ലേ? ഗാന്ധി ജയന്തിയുടെ അന്ന് നമ്മുടെ സോണിയാഗാന്ധിജി പോയി UN ഒരു പ്രസംഗം നടത്തി. 4 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മഹാത്മാഗാന്ധി പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ചകിട്ടത്തടിച്ചാൽ മറുചകിട് കാണിക്കണമെന്ന്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിലൊക്കെ വന്നു. ഞാൻ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞു, അത് മഹാത്മാഗാന്ധി പറഞ്ഞതല്ല, സോണിയാഗാന്ധിജിക്ക് അറിവിടാത്തതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് പറഞ്ഞത് യേശുവാണ്. യേശു പർവ്വതപ്രസംഗം നടത്തിയ സ്ഥലത്തിരിക്കുന്ന പള്ളിയാണിത്. ഞങ്ങൾ ആ പള്ളിയിലേക്ക് നടന്നു. വളരെ ഭംഗിയായി സൂക്ഷിച്ചിരുന്ന ആ പള്ളിയിൽ അല്പനേരം ഞങ്ങൾ പ്രാർത്ഥനാ നിർഭരരായിരുന്നു. കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണിത്. അഭിഷേകം, ഒരു തരത്തിൽ അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ നിയോഗിക്കൽ എന്ന് പറയാം. അനോയിന്റിങ് എന്ന് പറയേണ്ട, നിയോഗിക്കൽ. പത്രോസിനെ നിയോഗിച്ച സ്ഥലം എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. നമ്പർ 1. നമ്പർ 2, മെൻസാ ക്രിസ്റ്റി. എന്താണ് മെൻസാ ക്രിസ്റ്റി? മെൻസാ ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ടേബിൾ ഓഫ് ക്രൈസ്റ്റ്. മെൻസാ ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ രണ്ടും മറക്കരുത്. സെന്റ് പീറ്റേഴ്സ് പ്രൈമസി ആൻഡ് ടേബിൾ ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഒരുപക്ഷെ കേട്ടറിഞ്ഞു പത്രോസും കൂട്ടരും ഒക്കെ. പത്രോസിന് പ്രത്യക്ഷപ്പെട്ടില്ല, എന്നാൽ അറിഞ്ഞിട്ടും പത്രോസും കൂട്ടരും അത് കാര്യമായിട്ട് എടുക്കാതെ അവർ പിന്നെയും മീൻപിടുത്തത്തിനായിട്ട് പഴയ ജോലിക്കായിട്ട് പോകുന്നു. ക്രിസ്തു കരയിൽ നിന്ന് നിൽക്കുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ചോദിക്കുന്നു. അപ്പോൾ അത് കർത്താവാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ പത്രോസ് നഗ്നനായിട്ട് നിൽക്കുന്നത് കൊണ്ട് താൻ തന്റെ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടുന്നു. അപ്പോൾ പത്രോസ് പഴയ മീൻപിടുത്ത സ്റ്റൈലിലാണ്, ഒരു ട്രൈബൽ ലുക്കാണ്. അങ്ങനെ ആയിരുന്നു പത്രോസ്. അതെല്ലാം മാറ്റിയെടുത്ത് നല്ല തുണിയെ കുടിപ്പിച്ച് പഴയതുപോലെ വസ്ത്രം ധാരണം തുടങ്ങി. അപ്പം കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ അങ്കി അരയിൽ ചുറ്റുന്നുള്ള അർത്ഥം എന്താ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കർത്താവാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹം അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അപ്പോൾ കർത്താവ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് നേരെയൊക്കെ വസ്ത്രം ധരിക്കണം, അല്ലേ? ഇതിലേക്ക് പഴയ കൾച്ചറിലേക്ക്, പഴയ ജോലിയിലേക്കൊക്കെ പോവുകയാണ്. നോട്ട് ഓൺലി പഴയ ജോലി, ബട്ട് പഴയ ലൈഫ് സ്റ്റൈൽ. പത്രോസ് പോകുന്നുണ്ടെന്ന് അത് കാണിക്കുന്നു. ആണ് യോഹന്നാന്റെ ലേഖനം എല്ലാ അടയാളങ്ങളാണ്, എഴുത്തുപോലും അടയാളങ്ങളാണ്. കർത്താവിന് ദുഃഖമുണ്ടാകുന്നു. കർത്താവ് പത്രോസ് വരുന്നു. അപ്പം ഭക്ഷണം കഴിക്കാനാണ് പോയത്, എന്തെങ്കിലും കഴിക്കണ്ടേ? ഇത്രയും കാലം കർത്താവിനോട് നടന്ന് വല്ലതൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ കരയിൽ വന്നപ്പോഴാണ് അവിടെ എന്താ കണ്ടത്? ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക, ചുട്ടു വെച്ചിരിക്കുക. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കാൻ കഴിയുന്ന കർത്താവാണ് കർത്താവെന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ്. അവിടെ കനയിൽ ചുട്ട അപ്പവും മീനും ഒക്കെ അവിടെ ഇരിക്കുന്നത് എടുത്ത് പത്രോസ് കഴിക്കാനായിട്ട് പറയുകയാണ്. ആ സമയത്താണ് അവർ ഒരുമിച്ച് പ്രാതൽ ഒഴിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി പ്രാതൽ കൊടുത്തു. കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയ സ്ഥലമാണിത്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് ഈ പാറയിലിരുന്നാണ് യേശു ആദ്യമായി പ്രാതൽ കൊടുത്തത് എന്നാണ് വിശ്വാസം. ആ പാറയിരുന്ന സ്ഥലത്തുള്ള പള്ളിയാണിത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നിരാശയിലായിത്തീർന്ന പത്രോസും യേശുവിന്റെ മറ്റ് ശിഷ്യന്മാരും മീൻ പിടിക്കുന്നതിനായി പുറപ്പെട്ടു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ല. വെളുപ്പിന് യേശു അവിടെ പ്രത്യക്ഷപ്പെടുകയും വലതുഭാഗത്തേക്ക് വലയിറക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്രകാരം ചെയ്തപ്പോൾ പത്രോസിനും കൂട്ടർക്കും പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. അപ്പോഴാണ് കർത്താവാണ് ഇതെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടത്. ആ ഗലീല കടൽ തീരമാണിത്. ഈ തടാകത്തിലേത്
ശുദ്ധമായ വെള്ളമാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അവിടെ നിന്നും ഞങ്ങൾ നടന്നത് കഫർനഹൂമിലേക്കാണ്. ഇവിടെയാണ് സിനഗോഗും പത്രോസിന്റെ ഭാര്യാമാതാവിന്റെ ഭവനവും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് സിനഗോഗ്, പള്ളി. ഈ പള്ളിയിലാണ് കർത്താവ്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കോസ് 6-ലും ഇവിടെ പ്രസംഗിച്ചപ്പോഴാണ് പത്രോസിന്റെ അമ്മാവിയമ്മ കഠിനമായി ജ്വരം പിടിച്ചു കിടക്കുന്ന പത്രോസിന്റെ കീഴാണ്. ഇപ്പോൾ പള്ളി പണിതിട്ടുണ്ട്. ആൾക്കാർക്കെല്ലാം യാത്ര ചെയ്യാനുള്ള ബോട്ടായി. അപ്പോൾ കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ബോട്ടിലൂടെയാണ്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും. ബോംബെ പോലെ പല സ്ഥലങ്ങളിലേക്ക് ആൾക്കാർക്ക് യാത്ര ചെയ്യാം. വ്യവസായ സ്ഥലം, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവിനെ വീട് നസറത്തിലാണ് കർത്താവ്. അപ്പോൾ ഒരു ആഗ്രഹം വന്നു, കർത്താവിന് ഒരു സ്ഥലം, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കണമെന്നല്ല, ഉണ്ടാവണമെന്ന് ശിഷ്യന്മാരെ ചിന്തിച്ചിരിക്കാം. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. യേശു വീട്ടിലുണ്ടായിരുന്നു എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഈ വീടാണ്, നസറത്തിലല്ല. മനസ്സിലായോ? കാരണം ഇറ്റ് വാസ് എ ഹൗസ്, ഇവഞ്ച്വലി ഇറ്റ് ബിക്കെയിം എ ഹോം. ഹൗസും ഹോം വ്യത്യാസം അറിയാമല്ലേ? ഇറ്റ് വാസ് എ ഹൗസ് ഓഫ് പീറ്റർ ഓർ പീറ്റേഴ്സ് മദറില്ല. then it became a home of Jesus. യേശുവിൻ്റെ സ്വന്തം വീട് പോലെ മാറി. അങ്ങനെ ഇതൊരു വലിയ ഒരു ആത്മീയ പട്ടണമായിട്ട് ഇത് മാറി. അങ്ങനെയാണ് അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഇതെല്ലാം വീടുകളാണ്. അവിടെ റൂംസ് നമ്മൾ കാണാൻ സാധിക്കും. അങ്ങനെയാണ് പണ്ട് ആൾക്കാർ താമസിച്ചിരുന്നത്. കെട്ടി അവിടെ എല്ലാം കാണാൻ സാധിക്കും. എക്സ്കവേഷനിൽ ഇതെല്ലാം കിട്ടിയതാണ്. 1890-ലും 1905-നും ഇടയ്ക്ക് ഒരുപാട് എക്സ്കവേഷൻ ഇവിടെ വന്നു, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. അപ്പോൾ ആ കാലങ്ങളിൽ ഇത് മനസ്സിലാക്കുവാൻ ഇടയായി. യേശുവിന് പലവട്ടം പല രാജ്യങ്ങളിലേക്കും പോകാൻ വീടുകളിലേക്ക് പോയി. യേശു അവിടെ പോകും. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അവനോ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനെയായിരുന്നു യേശുവിൻ്റെ ജീവിതം. അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തന സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷവാത രോഗിയെ കൊണ്ടുവരുന്നത് ഒരു ദിവസം. അത് ഒരു ദിവസത്തെ സംഭവമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര ജനം, ഇവിടുത്തെ ആൾക്കാരെല്ലാം വന്നു കൂടിയിട്ടുണ്ട്. സൗഖ്യം പ്രതീക്ഷിച്ചാണ് വരുന്നത്. വീട്ടിലേക്ക് പോകാൻ സ്ഥലമില്ല. അപ്പോൾ അവർ എന്നായിരിക്കുന്നത്, അവർ വീട് പൊളിച്ചെന്ന് നമ്മുടെ കൂര പോലെ ഓല ഇളക്കി കളയുന്നതോ ഇളക്കി കളയുന്നതോ അല്ല. വീടിൻ്റെ മുകളിലെല്ലാം കല്ല് കൊണ്ട് സ്ഥാപിച്ച ഇന്നത്തെ ഒരു തരം കോൺക്രീറ്റ് പോലെ, കോൺക്രീറ്റ് അല്ലാന്ന് കല്ലുകൾ മണ്ണും കൊണ്ട് മുകളിൽ മൂടിയിരിക്കുകയാണ്. ആ കല്ലുകളെ ഇളക്കി മാറ്റും. അവർ ആരാണത് ഇളക്കി മാറ്റിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുകളിലോട്ട് വായിച്ചാൽ അറിയാം അതിൻ്റെ ഉടമസ്ഥൻ. ആരാണ് ഉടമസ്ഥൻ? പത്രോസും അന്ത്രയോസും. അതുകൊണ്ടാണ് 2 പ്രാവശ്യം പത്രോസും അന്ത്രയോസും വീട് യേശുവിന് വേണ്ടി കൊടുത്തു. ഒന്ന്, യേശുവിന് വേണ്ടി ആദ്യം തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തു. 2, ജനത്തിന് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ആവശ്യക്കാർക്ക് വേണ്ടി. പത്രോസും അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് പൊളിക്കുവാൻ തയ്യാറായി, വീട് പൊളിച്ചു കളയുവാൻ തയ്യാറായി. നമ്മളൊരു വാക്ക് കേൾപ്പിച്ചു, മത്തായി 5:7. മേൽക്കൂര പൊളിച്ച് പക്ഷവാതക്കാർ ഇടയ്ക്ക് വെച്ചത് ഇവിടെയാണ്. മീനിൻ്റെ വായിൽ നിന്ന് പണമെടുക്കുവാൻ പറഞ്ഞു വിട്ടത് ഇവിടെ നിന്നാണ്. രാജഭൃത്യൻ്റെ മകന് സൗഖ്യം ലഭിച്ചത് ഇവിടെയാണ്. പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യം അവിടെയൊക്കെ പറഞ്ഞു. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന് വിടുതൽ ലഭിച്ചത് ഈ സിനഗോഗിൽ വെച്ചാണ്. കൈവരണ്ട മനുഷ്യനെ സൗഖ്യമാക്കിയത് ഇവിടെ വെച്ചാണ്. ഹല്ലേലൂയ. കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് ഇവിടെ വെച്ചാണ്. യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കിയത് ഇവിടുന്ന് പറയുന്ന സമയത്താണ്. രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കിയത് കഫർനഹൂമിൽ വെച്ചാണ്. 2 കുരുടന്മാരെ സൗഖ്യമാക്കിയത് ഇവിടെ വെച്ചാണ്. ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ യേശു ക്രിസ്തു വിളിച്ച് അപ്പോസ്തലരെ ശുശ്രൂഷിച്ചത് ഈ സ്പോട്ടിലല്ല, ഈ കഫർനഹൂമിൽ. പിന്നീട് ഞങ്ങൾ അവിടെ കണ്ടത് ഒലിവെണ്ണ എടുക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള വലിയ വലിയ ചക്കുകളാണ്. യേശുവിനെ ദർശിക്കാനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവർ ഇവിടെ വരുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയവർ താമസിച്ചിരുന്ന വീടുകളുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നവയെല്ലാം. ഇവിടെ നിന്നുകൊണ്ടാണ് യേശു പ്രസംഗിച്ചത്. പല കാലഘട്ടങ്ങളിലായിട്ട് ഇത് പുതുക്കി പണിതിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിന് ശേഷം പീരീഡ്, അതിനുശേഷം ക്രൂസൈഡുകളുടെ കാലം, ലേറ്റർ പീരീഡ്. ക്രൂസൈഡുകളുടെ കാലത്തുള്ളതാണ് ഈ മോളിൽ കാണുന്നത് വൈറ്റ് സ്റ്റോൺസ്. പിന്നെ വൈറ്റ് സിനഗോഗ് എന്നും പറയുന്നത്. ബ്രദർ ഞങ്ങൾക്ക് കഫർനഹൂമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുശേഷം ഞങ്ങൾ പത്രോസിന്റെ ഭാര്യാമാതാവിന്റെ ഭവനത്തിന് മുകളിലുള്ള പള്ളിയിലെത്തി. ഇതാണ്
പത്രോസിന്റെ രൂപത്തിലുള്ള പ്രതിമ. യേശുക്രിസ്തു സ്നാനമേറ്റ ജോർദാൻ നദി കാണുന്നതിനാണ് പിന്നീട് ഞങ്ങൾ പോയത്. അതിൽ നിറയെ മീനുകളായിരുന്നു. ആ പുണ്യനദിയിലെ ഓളങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് അവ നിൽക്കുന്നത് ഒരു രസകരമായ കാഴ്ചയാണ്. തൻ്റെ പരിശുശ്രൂഷ സമയത്ത് ഒരു ദിവസം തൻ്റെ അപ്പോസ്തലന്മാരോട് പറയുന്നു, നമുക്ക് ഈ ഉയർന്ന മലയിലേക്ക്, ബൈബിളിൽ ഇരിക്കുന്നത് ഉയർന്നൊരു മലയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. ഇവിടെയുള്ളതിൽ ഏറ്റവും ഉയർന്ന മല എന്ന് പറയുന്നത് ഈ മലയാണ്. രണ്ട് പേരുണ്ട് ഈ മലയ്ക്ക്, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ആൻഡ് മൗണ്ട് താബോർ. എന്നിട്ട് പറഞ്ഞ ഏതൊക്കെയാണ്? ഓക്കെ, രൂപാന്തര മല എന്ന് തന്നെ പറയും. മത്തായി സുവിശേഷം ബൈബിളുണ്ട് 17-ാം അധ്യായം 1 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യം. സെന്റ് വൺ എന്ന് അയക്കപ്പെട്ടു പോകേണ്ടവൻ. അതിൽ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ കർത്താവ് കൊണ്ട് നടന്ന് പഠിപ്പിച്ചു. എന്തിനാണ് തിരഞ്ഞെടുത്തത്? കർത്താവിനോട് ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ സൗഖ്യമാക്കാനും രോഗികളെ സൗഖ്യമാക്കാനും അധികാരം ഉണ്ടാകേണ്ടതിനും അവരെ ആക്കി വെച്ചു. മർക്കോസ് 3:13-15 എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു ആര്? പത്രോസ്, യാക്കോബ്, പത്രോസും യാക്കോബും യോഹന്നാനും. ഒരു ക്ലോസ് സർക്കിൾ. പത്രോസും യാക്കോബ് യോഹന്നാനും സഹോദരങ്ങളുമായി സബദി മക്കൾ. അവരെ കർത്താവ് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ടു. ഇങ്ങനെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യൻ്റെ പ്രകാശം പോലെയായി, വസ്ത്രം വെള്ളയായി തീർന്നു, മിന്നുന്ന പ്രകാശം ആയിട്ട് മാറി വസ്ത്രം. കർത്താവ് ഒരു വേറൊരു ബോഡി ആയിത്തീർന്നു എന്നർത്ഥം. കർത്താവ് ഇങ്ങനെ പലപ്പോഴും പലർക്കും വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ 2 പേര് നിൽക്കുന്നു. ആരൊക്കെ ആയിരുന്നത്? മോശയും. അതാണ് 3 ടവർ അവിടെ കാണാൻ, യേശുവും മോശയും. അകത്തൊക്കെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട്. ഇത് ഫ്രാൻസിസ്കൻ മോണസ്ട്രി ആയിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. അവരുടെ കീഴിലാണ് ഈ ചർച്ച ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവ് രൂപാന്തരപ്പെട്ടു. ശബ്ദമൊക്കെ കേട്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ പത്രോസിന് വലിയ അതിശയമായി. പത്രോസിന് വലിയ അതിശയമായിട്ട് പത്രോസ് പറഞ്ഞ് ഇവിടെ ഇരിക്കണതാണ് താഴോട്ട് 3 കുടിലുണ്ടാക്കാം എന്ന് പറഞ്ഞു. 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും മോശയ്ക്കും. അപ്പോൾ തനിക്ക് വേണ്ട അല്ലേ, നിങ്ങൾക്ക് ആവശ്യമില്ല, ഒന്ന് മോശയ്ക്കും ഏലിയാവിനും നിനക്കും ഉണ്ടാക്കി അതെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു? മേഘം വന്നു. മേഘം വന്നൊരു ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കും. എന്താ എൻ്റെ അർത്ഥം? മോശയും ഏലിയാവും അല്ല പ്രധാനം. അപ്പോൾ വിചാരിച്ചിരുന്നത് എന്താണ്? മോശയും ഏലിയാവും യേശു. മോശ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ, ഒരുപാട് കാരണങ്ങളുണ്ട്. തോറ കൊടുത്തത് അല്ലേ, പെൻഡാറ്റൂക്ക് അല്ലെങ്കിൽ 10 കൽപ്പന കൊടുത്തത് മോശയാണ്. മോശ മുഖാന്തരമാണ് ന്യായപ്രമാണം വന്നത്. മോശയാണ് ഇസ്രായേൽ മക്കളുടെ നയിച്ചത് അല്ലേ. അങ്ങനെയൊക്കെ പല കാരണങ്ങൾ ഉണ്ട്. ഒരു ഫൗണ്ടിങ് റിലിജിയൻ അത്ഭുതങ്ങളുടെ പ്രവചനമായിരുന്നു ഏലിയ. 2 കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ മോശയും ഏലിയാവും യേശു ഇതെല്ലാം ഒന്നാണെന്നാണ് വിചാരിച്ചത്. ഉടനെ തന്നെ ഒരു ശബ്ദമുണ്ടായി, മോശയും ഏലിയാവും അല്ല യേശു, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനാണ് ചെവി കൊടുക്കുന്നത്. കണ്ണു തുറന്ന് നോക്കിയാറേ അടുത്ത വാക്യം, യേശുവിനെ അല്ലാതെ മറ്റാരെയും കാണില്ല. അവിടെയാണ് അടിവരയിടുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരാരെയും കാണില്ല. പിന്നെ ആരെ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രതിസന്ധികളും ഭാരങ്ങളും ക്ലേശങ്ങളും വരുമ്പോഴും നമുക്ക് കൂടെ നിൽക്കാമെന്ന് പറയണവർ പലരും, ഒരുപക്ഷെ മോശയും ഏലിയാവും ഒന്നും സമയത്തിന് ഉണ്ടെന്ന് വരില്ല. അവിടെ ഞങ്ങൾ പരിചയപ്പെട്ട ചിലരോട് കുശലം പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയാനും പിന്നെ 3.5 വർഷം കഴിഞ്ഞ് മഴ പെയ്യാനും അദ്ദേഹം പ്രാർത്ഥിച്ചതും കൂടുതൽ സമയം ചെലവിട്ടതും കർമ്മേൽ പർവ്വതത്തിലായിരുന്നു. ആ പർവ്വതമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. ഞങ്ങൾ കർമ്മേൽ പർവ്വതത്തിലെത്തി. ഇത് ഈ പർവ്വതത്തിന്റെ മുകളിൽ കാണുന്ന ഏലിയ പ്രവാചകന്റെ പ്രതിമയാണ്. ഏലിയ പ്രവാചകൻ പേടിച്ച് ഒളിച്ചിരുന്ന ഗുഹയിൽ സ്ഥാപിച്ച പള്ളിയാണിത്. ഈ പർവ്വതത്തിന്റെ മുകളിലിരുന്ന് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോഴാണ്
ദൈവം മഴ പെയ്യിച്ചത്. ഏലിയാവ് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു പ്രവാചകനായിരുന്നു. ഏലിയാവ് അത്ഭുതത്താൽ ലോകത്തിലേക്ക് വന്നു. എങ്ങനെ ഏലിയാവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഈ കെയിം വിത്ത് എ മിറക്കിൾ ആൻഡ് വെൻ വിത്ത് എ മിറക്കിൾ. ഒരു അത്ഭുതത്താൽ വന്നു, അത്ഭുതത്തോടെ പോയി, മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. There are only 2 persons in the Old Testament said about this type of going back to heaven, going to heaven, ascending into heaven. Enoch and Elijah. അനോക്കും ഏലിയാവുമാണ്. അതിൽ അനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയി നേരിട്ടുണ്ട്. ഏലിയാവ് വളരെ വ്യക്തമായിട്ട് അതെങ്ങനെ എടുത്തു എന്നുകൂടെ എഴുതിയിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ എഴുതിയിരിക്കുന്നു. പ്രോഫറ്റ് ഏലിയായുടെ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. നമുക്ക് പ്രോഫറ്റ് ഏലിയ അതാണ് കാണിച്ചിരിക്കുന്നുണ്ടോ, താഴെ കാണിച്ചിരിക്കുന്നുണ്ടോ, താഴെ ഇരിക്കുന്ന ബാലിൻ്റെ പ്രവാചകൻ, ഇരിക്കുന്നത് പ്രോഫറ്റ് ഏലിയ പ്രവാചകൻ. നമ്മളെപ്പോലത്തെ ആളായിരുന്നു ഏലിയ. പക്ഷേ ദ ഓൺലി ഡിഫറൻസ് പ്രോഫറ്റ് ഏലിയ ഹേർഡ് വാസ് പ്രോഫറ്റ് ഏലിയ വാസ് എ മാൻ ഓഫ് പ്രയർ. എങ്ങനെ പ്രാർത്ഥിച്ചു? 3.5 വർഷം അദ്ദേഹം പ്രാർത്ഥിച്ചു. മഴ പെയ്യാതെ ആകാശം അടഞ്ഞു. എന്തിനാണ് അടച്ചത്? അദ്ദേഹം പോയി ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും പെയ്യും. ദൈവം പറഞ്ഞിട്ടെന്നല്ല പറഞ്ഞത്, പിന്നെ ഞാൻ പറഞ്ഞു. പിന്നെയും അദ്ദേഹം പറഞ്ഞപ്പോൾ മഴ പെയ്യും. അപ്പോൾ ആകാശത്ത് തന്നെ അടപ്പിക്കാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നുവെങ്കിലും മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസം ദേശത്ത് മഴ പെയ്തില്ല. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അവിടെ നിന്നും പത്രോസ് താമസിച്ച തോൽക്കൊല്യനായ സിമയോന്റെ ഭവനം കാണാനാണ് ഞങ്ങൾ പോയത്. യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഇവരെല്ലാം. തുടർന്ന് ഞങ്ങൾ ബത്ലഹേമിലെത്തി. ഈ വിശുദ്ധ നഗരം എന്നും എപ്പോഴും പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഞങ്ങൾക്ക് അതൊരു ധന്യമുഹൂർത്തമായിരുന്നു. യേശു ജനിച്ച പുണ്യസ്ഥലമാണിത്. അവിടെയുള്ള പള്ളിയാണ് ഈ കാണുന്നത്. ഈ യാത്ര ഞങ്ങളെപ്പോലെ തന്നെ റയൻകുട്ടനും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. What are you doing? What are you doing, Ryan? ബത്ലഹേമിൽ നിന്നും കുറച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. പിന്നീട് ഞങ്ങൾ മാതാവിന്റെ പള്ളിയിലാണ് എത്തിയത്. യേശു മാതാവ് മുലയൂട്ടുമ്പോൾ അവിടെ പാൽ തുളുമ്പിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈ പള്ളിയിൽ നിന്നും നൽകുന്ന ഒരു പാൽപ്പൊടി കലക്കി കുടിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നുമാണ് അവിടുത്തെ പ്രധാന വിശ്വാസം. പിന്നീട് ഞങ്ങൾ ലാസറിന്റെ ഭവനവും ശവകുടീരവും കണ്ടു. കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കുടുംബമാണ് ലാസറിൻ്റേത്. ലാസറിന്റെ കല്ലറയിലേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. കല്ലറയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. ഇതാണ് ജാഫ ഗേറ്റ്. ജെറുസലേം ദേവാലയത്തിന്റെ ചുറ്റുമതിലാണിത്. യേശുദേവൻ സ്വർഗാരോഹണം ചെയ്ത സ്ഥലമാണിത്. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളാണ് ഇവിടെ കാണുന്നത്. മലയാളത്തിൽ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ ഭാഷകളിലും കർത്താവിന്റെ പ്രാർത്ഥന എഴുതി വെച്ച മതിലാണിത്. ബ്രദറിന്റെ പുറകിലായി കാണുന്ന പാറപ്പുറത്തിരുന്നു കൊണ്ടാണ് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. യേശുദേവന്റെ തിരുസാന്നിധ്യത്തെ വിളിച്ചോതുന്നതായിരുന്നു അവിടെ ഞങ്ങൾ കണ്ടതെല്ലാം. എവിടെയും പ്രാർത്ഥനാ ഗീതങ്ങൾ കേൾക്കാമായിരുന്നു. അവിടെ ഞങ്ങൾ കണ്ട ചർച്ചും മ്യൂസിയവും എല്ലാം ചേർന്ന കെട്ടിടങ്ങളാണിത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് കർത്താവ് എളിമയുടെ പ്രതീകമാക്കി കഴുതപ്പുറത്ത് കയറി യെരുശലേം ദേവാലയത്തിലേക്ക് പോയത്. അന്ന് ചുറ്റുപാടും ജനങ്ങൾ കൂടി നിന്ന് ഓശാന പാടി ആർത്തുവിളിച്ചു. ഇതാണ് ഗോൾഡൻ ഗേറ്റ്. കർത്താവിന്റെ 2ാം വരവെങ്കിൽ മാത്രമേ ഇത് തുറക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം പിന്നെയും അവിടെ നെഹെമ്യാവെന്നും അതും പണിതു. ഇസ്രയുടെ കാലത്ത് പിന്നെയും പണി ആരംഭിച്ചു. ഹഗായും സക്രിയാവും ചേർന്ന് ആലയം പണിതു. ആലയം പിന്നെ പല പല ഘട്ടങ്ങളിലായിട്ട് പുതുക്കി പണിതുകൊണ്ടിരുന്നു. ആ മനോഹരമായിട്ട് ആലയം കാണിക്കാനായിട്ടാണ് കർത്താവിനെ 400-450 വർഷം പഴക്കമുള്ള ആലയം. അന്ന്
ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് കർത്താവ് ഈ ആലയത്തിൽ കരഞ്ഞു. ആ കരഞ്ഞപ്പോഴാണ് അതുകൊണ്ടാണ് ഇതിനെ കണ്ണുനീർ തുള്ളിയുടെ ദേവാലയം. അവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് യഹൂദന്മാരുടെ ശ്മശാനമാണ്. ദൂരെയായി ആ കാണുന്നതാണ് ഗോൾഡൻ ഡോം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗദ്ശമനത്തോട്ടത്തിലാണ്. ഇവിടെ ഒലീവ് മരങ്ങൾക്ക് 2000 മുതൽ 3000 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ തോട്ടത്തിലിരുന്നാണ് കർത്താവ് അവസാനമായി പ്രാർത്ഥിച്ചത്. അപ്പോൾ വിയർപ്പ് ചോരത്തുള്ളിയായി മാറി ഒഴുകിയിരുന്നു. ഈ കാണുന്ന കല്ലിൽ മുട്ടുകുത്തിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. ഇത് ഇപ്പോൾ ഒരു പള്ളിക്കകത്താണ്. ആ പള്ളിയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇനിയും യാത്ര തുടരേണ്ടതിനാൽ ഞങ്ങൾ കുറച്ചുനേരം ആ പള്ളിയുടെ പുറത്ത് വിശ്രമിച്ചു. യാത്രയിൽ ഞങ്ങൾ പിന്നീട് കണ്ടത് ഒരു മലയാണ്. ആ മലമുകളിൽ വെച്ചാണ് ദൈവപ്രീതിക്കർഹനായ ദാവീദ് സങ്കീർത്തനങ്ങൾ രചിച്ചത്. 40 ദിവസത്തെ ഉപവാസത്തിനു ശേഷം യേശുവിനെ സാത്താൻ പരീക്ഷിച്ചത് ഈ മലമുകളിൽ വെച്ചാണ്. ചുങ്കക്കാരനായ സക്കായി യേശുവിനെ കാണുന്നതിനായി കയറിയ കാട്ടത്തിയാണ് ഇത് എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഞങ്ങൾ ചാവുകടലിലെത്തി. ഇതാണ് ഡെഡ് സീ അഥവാ ചാവുകടൽ. വളരെ ശാന്തമായി കണ്ട ആ കടലിൽ 34% ഉപ്പും ബാക്കി മിനറൽസുമാണ്. ഇതിനെ സോൾട്ട് ലേക്ക് എന്നും പറയും. ഔഷധ ഗുണമുള്ള ചാവുകടലിന്റെ കിഴക്ക് ജോർദാനും പടിഞ്ഞാറ് ഇസ്രായേലും പാലസ്തീനുമാണ്. കുറച്ചുനേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. പിന്നീട് അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയിൽ റയന്റെ കുസൃതികൾ ഞങ്ങളെ ഉല്ലാസഭരിതരാക്കി. നിന്നോട് കൂടെ ഉണ്ട്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി. ബാബ പഠിക്കരേ One for my master. Twinkle, 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 twinkle. How I wonder what you are, up above the world so high, like a diamond. Open your mouth. ദൈർഘ്യമേറിയ ഒരു യാത്രക്കൊടുവിൽ കർത്താവ് ജനിച്ച സന്തോഷവാർത്ത ദൂതൻ ആട്ടിടയന്മാരോട് അറിയിച്ച സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത്. കള്ളൻ വരണമെങ്കിലും കള്ളനെന്ന് വെച്ചാൽ മറ്റു മൃഗങ്ങൾ മൃഗത്തിന് വന്ന് ആടിനെ എടുക്കണമെങ്കിലും
എന്നെ സ്പർശിച്ചിട്ടേക്കുണ്ട്. അതാണ് കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ആടുകളായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് അല്ലേ? കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും അതിൻ്റെ ആ അധ്യായത്തിൽ തന്നെ താവോട്ട് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ സാധിക്കില്ല എന്ന് കർത്താവ് അധ്യായത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അനേകം പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് മനുഷ്യർക്ക് വെളിപ്പാട് ലഭിച്ചതായിട്ട് എഴുതിയിരിക്കുന്നു. ദർശനങ്ങൾ അറിയിക്ക് ലഭിക്കുന്ന ഒരു വെളിപ്പാട്. ആ വെളിപ്പാടിൽ എന്താണ് പറഞ്ഞത്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. അതായിരുന്നു സന്ദേശം. രണ്ടാമത് ലഭിക്കുന്ന സന്ദേശം മത്തായി സുവിശേഷം 1-ാം അധ്യായമാണ്. അത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മത്തായി പറയുന്നത് അതൊരു ഡ്രീം എന്നാണ്, സ്വപ്നത്തിൽ വെളിപ്പെട്ടു. ലൂക്കോസ് പറയുന്നത് ഡ്രീം എന്നല്ല, നേരിട്ട് വന്ന് സംസാരിച്ചു എന്നാണ് അല്ലേ? ഇഷ്ടപ്പെട്ട സ്ഥലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗത്താണ് കർത്താവേ അങ്ങയുടെ ജനനത്തെക്കുറിച്ച് എളിയ ജനത്തോട് ആട്ടിടയന്മാരോട് സംസാരിച്ചതായിട്ട്. ഈ ഗുഹയ്ക്കകത്ത് ആടുകളെയാക്കി ഇടയന്മാർ പുറത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൂതന്മാർ അവരുടെ രക്ഷകൻ പിറന്നു എന്ന വാർത്ത അവരെ അറിയിച്ചത്. യാത്ര തുടർന്ന് ഞങ്ങൾ ഗാർഡൻ ടോംബിലെത്തി. അവിടേക്കുള്ള വഴിയാണിത്. മുൻകൂട്ടി അനുമതി എടുത്താൽ മാത്രമേ ഗാർഡൻ ടോംബിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ബ്രദർ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമാക്കി തന്നു. യേശു കർത്താവിനെ ക്രൂശിച്ച സ്ഥലം, യേശു കർത്താവിനെ ക്രൂശിച്ച മല, തലയോടിടം, തലയോട് പോലത്തെ ഒരു സ്ഥലം അവിടെ കാണാം. എന്തുകൊണ്ടാണ് തലയോടം എന്ന് പറയുന്നത്? യേശു കർത്താവിൻ്റെ അടയ്ക്ക കല്ലറ, അരിമത്തയിലെ ജോസഫിൻ്റെ തോട്ടം, അരിമത്തയിലെ ജോസഫിൻ്റെ തോട്ടമായതുകൊണ്ട് തെളിവുകൾ ഇതെല്ലാം പറഞ്ഞതാണ് ഈ സ്ഥലം. യെരുശലേം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. പിന്നെ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ കീഴിലിരിക്കുന്നത്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ കീഴിൽ. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഗൈഡിന് അനുമതിയില്ല. ഇതിനകത്ത് അവർ തന്നെ പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. മിഷണറിമാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അച്ഛന്മാർ. അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണ് ഇത് യേശുവിൻ്റെ കല്ലറയായിരിക്കുന്നത്, യേശുവിനെ കുറിച്ചതോടെയാണ്, യേശുവിനെ അടയ്ക്കുന്നതോടെയാണ്, യേശുവിൻ്റെ കല്ലറയിൽ പറയുന്ന തെളിവുകൾ എന്താണ്. ഓൾ ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, ചരിത്രപരമായ ഗവേഷണത്തിൻ്റെ തെളിവുകളോടെ പറഞ്ഞു യേശുവിനെ തോന്നിയിടാം. ഹെവി റഷായിരിക്കും, കുറച്ച് മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് ടൈം തന്നിരിക്കുകയാണ്. അത് മാത്രമാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ. നിങ്ങളെ ചുറ്റുപാടും കാണിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ UK-യിൽ നിന്ന്, എൻ്റെ പേര് ബോബ്. ഹലോ ബോബ്. Hello, Bob. I've been to India, but not to Kerala. You're welcome. ആന്ധ്ര. സോ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്, ആന്ധ്രാപ്രദേശിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാം മിഷണറീസാണ്. So, we're all volunteers here because we love the Lord Jesus. നമ്മളെല്ലാവരും കർത്താവിൽ ഒന്നാണ്, കാരണം നമ്മളെല്ലാവരും കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നു. Many people feel this is a special place because maybe the greatest event in history happened here. ഈ സ്ഥലത്തെ പലരും ഏറ്റവും നല്ല സ്ഥലമായിട്ട് കാണുന്നു. കാരണം ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ഇവിടെ നടന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. I'm sure you all know the story of the crucifixion of Jesus. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. Where does the Bible say Jesus was crucified? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എവിടെയെന്നാണ് ബൈബിൾ പറയുന്നത്? Golgotha. What does Golgotha mean? ഗോൽഗോഥ എന്നതിന്റെ അർത്ഥം എന്താണ്? The place of the skull. തലയോടിന്റെ സ്ഥലം എന്നാണ് പറയുന്നത്. Now, for hundreds of years, people have asked the question, where is Golgotha? നൂറുകണക്കിന് വർഷങ്ങളായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു, ഇസ്രായേലിൽ ഗോൽഗോഥ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എന്ന്. The traditional place is the Church of the Holy Sepulchre in the Old City. ഹോളി സ്ക്രിപ്ചറിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പാരമ്പര്യമായി പറയുന്ന ഒരു പള്ളി പണിതിട്ടുണ്ട്. That has been the traditional place now since the 4th century. 4-ാം നൂറ്റാണ്ട് കാലങ്ങളിൽ പറയപ്പെട്ടിരുന്ന സ്ഥലം അതായിരുന്നു. But for many hundreds of years, this land was barren, it was derelict. എന്നാൽ ഈ സ്ഥലം അനേകം വർഷങ്ങളായിട്ട് ആരും ശ്രദ്ധിക്കാതെ പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു. And when Christians started to come back to this land, they were asking the question again, where is Golgotha? എന്നാൽ ക്രിസ്ത്യാനികൾ ഈ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നപ്പോൾ അവർ ചോദിക്കുവാൻ തുടങ്ങി, എവിടെയാണ് യേശുവിനെ ക്രൂശിച്ച ഗോൽഗോഥ? And the tension was drawn to this place where we are sitting right now.
attention, their focus was on ഓക്കെ. heaven. അതിനുശേഷം ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ ഈ സ്ഥലത്തേക്ക് വരുവാനായി തുടങ്ങി. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തേക്ക് വരുവാനായി തുടങ്ങി. And the reason for that is because of this quarry behind me, this ancient quarry. അതിന് പ്രധാന കാരണം ഈ പുരാതനമായ പാറ കെട്ടുകളാണ് അതിന് പ്രധാനമായ കാരണമായി മാറി. This quarry is much, much older than Jesus. ഈ പാറക്കെട്ടുകൾ യേശുക്രിസ്തുവിന്റെ കാലത്തിന് മുൻപേ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥലമാണ്. And they noticed that in the rock over there was what looked to be like a skull. Can ഈ you see പാറയുടെ this? ഒരു ഭാഗത്ത് നോക്കിയാൽ ഒരു തലയോടിന്റെ ഭാഗം പോലെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. Here is a picture from about 1900, 1900 ഏകദേശം 113 വർഷങ്ങൾക്ക് മുൻപെടുത്ത ഒരു ഫോട്ടോയാണിത്. which is even clearer then, yes? അത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു തലയോടിന്റെ ചിത്രം. So it has changed over the years. But എന്നാൽ അനേക വർഷങ്ങൾ കൊണ്ട് അത് ഒരുപാട് മാറ്റപ്പെടുകയുണ്ടായി. so they're saying, could this possibly be Golgotha? അതുകൊണ്ട് ഇതായിരിക്കാം കാരണം തലയോട് പോലിരിക്കുന്ന ഒരു ഭാഗമാണ്, ഇതായിരിക്കാം ഗോൽഗോഥ എന്ന് ആൾക്കാർക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാനിടയായി. And if you look over there, you will see the city wall. നിങ്ങൾ ഇടവശത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, അതാണ് പട്ടണത്തിന്റെ മതിൽ. പട്ടണ മതിൽ എന്ന് ബൈബിൾ പറയുന്ന പട്ടണത്തിന്റെ മതിൽ. And that wall is in the same place as it was at the time of Jesus. യേശു ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന അതേ മതിൽ തന്നെയാണ്, അതേ മതിലിന്റെ പുറത്താണ് പിന്നെ ഈ മതിൽ. അതിന് മതിൽ ഇരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അതേ മതിലിന്റെ ഭാഗത്ത് തന്നെയാണ്. Many of the walls today have changed, but this one here is in the ഇവിടെയുള്ള same പല place. മതിലുകളും മാറ്റപ്പെട്ടു. എന്നാൽ ഈ പട്ടണത്തിന്റെ മതിൽ എന്ന് പറയുന്ന മതിൽ മാത്രം, അതിന്റെ സ്ഥലം മാത്രം അത് ഇതുവരെ മാറ്റപ്പെട്ടിട്ടില്ല. And so we are outside of the city. അതുകൊണ്ട് നമ്മൾ പട്ടണത്തിന്റെ വെളിയിൽ തന്നെയായിരിക്കും. The book of Hebrews tells us it was outside the city gates. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, പട്ടണവാതിലിന് വെളിയിൽ അവൻ ക്രൂശിക്കപ്പെട്ടു എന്ന്. Now you are sitting on Mount Moriah. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് മോറിയ മലയുടെ ഒരു ഭാഗത്താണ്. ഇതാണ് യേശുവിന്റെ കല്ലറ. ബൈബിളിൽ ലൂക്കോസ് 23:24 പ്രകാരം തലയോടിടം എന്ന സ്ഥലത്ത് യേശുവിനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു എന്നും കർത്താവിന്റെ ശരീരം ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഇതുവരെ വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് ഗലീലയിൽ നിന്നും അവനോടുകൂടെ പോന്ന സ്ത്രീകൾ കല്ലറയ്ക്കലെത്തി കല്ല് ഉരുട്ടിമാറ്റിയതായി കണ്ടു. അകത്ത് കടന്നു നോക്കിയപ്പോൾ കർത്താവിന്റെ ശരീരം കണ്ടില്ല എന്നും 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നും അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും അറിയിച്ചു. അന്ന് ഉരുട്ടി മാറ്റി എന്ന് പറയപ്പെടുന്ന കല്ലിന്റെ മാതൃകയാണിത്. കർത്താവിനെ കിടത്തിയ കല്ലറയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. He is not here, for he is risen എന്ന് അവിടെ എഴുതി വെച്ചതായി കാണാം. പിന്നീട് അവിടെ നിന്നും യാത്ര ചെയ്തു. ഇതാണ് ദമസ്കസ് പടിവാതിൽ. ശൗലിന് കർത്താവിന്റെ ദർശനം ലഭിച്ച സ്ഥലം. പിന്നീട് ഞങ്ങൾ കുരിശിന്റെ വഴിയിലെത്തി. സഹനത്തിന്റെയും യാതനയുടെയും ഹൃദയസ്പർശിയായ ആ രംഗം ഞങ്ങളിൽ നിറഞ്ഞു. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര ഏറ്റുവാങ്ങിയ വഴിയാണിത്. ഇത് അവിടെയുള്ള ഒരു ചാപ്പലാണ്. കർത്താവിനെ 39 അടി അടിച്ചതിനു ശേഷം മുൾക്കിരീടമണിയിച്ച് കുരിശ് ചുമക്കുവാൻ ഏൽപ്പിച്ചത് ഇവിടെ വെച്ചാണ്. കുരിശിന്റെ വഴിയിൽ 14 സ്റ്റേഷൻസ് അഥവാ സ്ഥലങ്ങളാണുള്ളത്. ഇതിൽ 5 പള്ളിക്കകത്തും 9 പള്ളിക്ക് പുറത്തുമാണ്. കുരിശോടുകൂടെ മുന്നോട്ട് നടക്കാൻ പലപ്പോഴും ശക്തനല്ലാതെ ബലഹീനനായി കർത്താവ് നിലം പതിച്ചിരുന്നു. ചമ്മട്ടിയടിയേറ്റ് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച ശരീരം, തലയിൽ മുൾമുടി, ക്ഷീണിച്ച മിഴികൾ. ഈ പീഡാനുഭവങ്ങളെല്ലാം പാപികളായ നമ്മളെ സഹനത്തിന്റെ പാഠം പഠിപ്പിക്കാനായിരുന്നു. ഇത് 8ാമത്തെ സ്റ്റേഷനാണ്. ചുറ്റും കൂടിയിരുന്ന സ്ത്രീകൾ യേശുവിനെ നോക്കി കരഞ്ഞപ്പോൾ അവിടുന്ന് അവരെ ആശ്വസിപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു: എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഇതാണ് വിലാപമതിൽ.
യഹൂദന്മാർ ഈ മതിലിൽ തലയിടിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ശലോമോൻ രാജാവ് നിർമ്മിച്ചതായ ദേവാലയത്തിന്റെ ഒരു ഭാഗമാണ് ഈ വിലാപമതിൽ. ദ ഡിവൈൻ പ്രസൻസ് നെവർ മൂവ്സ് ഫ്രം ദ വെസ്റ്റേൺ വാൾ എന്നാണ് അവരുടെ വിശ്വാസം. മുസ്ലിം പള്ളിയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവരുടെ ദേവാലയം പുനർനിർമ്മിക്കാൻ അവർക്ക് സാധിക്കുമെന്ന വിശ്വാസത്തോടെ ജൂതന്മാർ വർഷങ്ങളോളമായി അവരുടെ പ്രാർത്ഥന തുടരുന്നു. ലോകമെമ്പാടുമുള്ള യഹൂദന്മാരുടെ പ്രാർത്ഥനാ കേന്ദ്രമാണിത്. അതിനോട് ചേർന്ന് ഈ കാണുന്നത് യെരുശലേം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ്. യെരുശലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളാണിത്. അവിടെ നിന്നും ഞങ്ങൾ കയ്യഫാവിന്റെ അരമനയിലെത്തി. ഇപ്പോൾ അതൊരു പള്ളിയാണ്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകന്മാരുടെ സ്മരണാർത്ഥം അവരുടെ ചിത്രങ്ങൾ അവിടെ ചുമരുകളിൽ പതിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഇതാണ് മാളികമുറി. യേശു തന്റെ 12 ശിഷ്യന്മാരോടൊന്നിച്ച് ഈ മാളികമുറിയിലിരുന്നാണ് അവസാനത്തെ അത്താഴം കഴിച്ചത്. ഇവിടെ വെച്ചാണ് യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഏകദേശം 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞത്. ദാവീദ് രാജാവിന്റെ പ്രതിമയാണിത്. അദ്ദേഹത്തിന്റെ ശവകുടീരമാണ് പിന്നീട് ഞങ്ങൾ കണ്ടത്. വീണ്ടും ഞങ്ങൾ യാത്രയായി. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് തൂങ്ങി മരിച്ച സ്ഥലം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കാണിച്ചത്. ഇതുകൊണ്ട് ഒരുപാട് കുഴികളുണ്ട്. ഇതാണ് ജയിലാട്ടുകൾ ചെയ്യുന്നത്. അപ്പം അന്ന് രാത്രി കർത്താവിനെ പിറ്റേ ദിവസമാണല്ലോ കർത്താവ് വിചാരണ ചെയ്യുന്നത്. അപ്പോൾ വിചാരണ ചെയ്യുന്നത് പോലെ ഈ പിലാത്തോസിനെ എടുത്ത് നയിക്കുന്നത് പോലെ അന്ന് കർത്താവിനെ എടുക്കുന്ന കുണ്ടറയെന്ന് വെച്ചാൽ ജയിക്കുന്നത് കുണ്ടറയാണ് ഇത്. നമ്മൾ താഴോട്ടോട്ട് നോക്കാം. ഇവരാണ് ഒരു മനുഷ്യന് മാത്രം അനുഷ്ഠിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം. ജയിലിൻ്റെ രീതി ഇതാണ്. ഇവിടെ കാണുന്ന ഒരാളിന് മാത്രം ജസ്റ്റ് വരാൻ പറ്റുന്ന ഒരു കുണ്ടറ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ വെട്ടി വലുതാക്കി കഴിക്കാം. ഈ ഭാഗം മാത്രം ഒരാളിന് ജസ്റ്റ് കുത്തിയിരിക്കാനുള്ള ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. ഇതുമായി കിടക്കാനുള്ള നിൽക്കുന്നതോ സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കുന്നതിന് ഇങ്ങനെയുള്ള പല കുണ്ടറകളും ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് വെളിയിറങ്ങുമ്പോൾ കാണാം. 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഇതുപോലുള്ള പിന്നെ കുറ്റവാളികളെ ഇടാനും, 2 വേറെ ചില സ്ഥലങ്ങൾ നിങ്ങൾ കാണാം. കുറച്ചുകൂടെ വലിയ കുഴികളുണ്ട്. അത് വെള്ളം സംഭരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഈ പുണ്യയാത്രക്കിടയിൽ പിന്നെ ഞങ്ങൾ കണ്ടത് യേശുവിന്റെ കാലത്ത് വെള്ളം സംഭരിച്ചു വെക്കുവാൻ നിർമ്മിച്ച അഗാധമായ കുഴികളാണ്. AD 30 കർത്താവിനെ വിസ്തരിക്കുന്നതിനായി പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയ വഴിയാണ് ഈ കാണുന്നത്. ഇത് ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം.
സ്തെഫാനോസിനെ വിസ്തരിച്ച സ്ഥലമാണിത്. യേശുമാതാവായ മറിയത്തിന്റെ ജന്മസ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ നിന്നും കുറച്ചു മാറിയാണ് ബത്സേദ കുളം. ഈ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട് എന്നത് ഇതിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ കുളത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്: പണ്ട് അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കുമായിരുന്നു. ആ കലങ്ങിയ വെള്ളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായാലും സുഖം പ്രാപിക്കുമായിരുന്നു. വെള്ളത്തിന്റെ ഇളക്കവും കാത്തുകൊണ്ട് കുരുടർ, മുടന്തർ തുടങ്ങിയവർ കാത്തിരിക്കും. എന്നാൽ 38 വർഷമായി രോഗം പിടിച്ചു കിടന്നൊരാൾ വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കാതെ ഉണ്ടായിരുന്നു. യേശു അവനോട് കിടക്കയെടുത്ത് നടന്നുകൊള്ളാൻ പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു എന്നും ബൈബിളിൽ വിശദമാക്കിയിട്ടുണ്ട്. യെരുശലേമും യേശുവിന്റെ കല്ലറയും എല്ലാം ഒരു ദൈവികാനുഭവമായി ഞങ്ങൾ അറിഞ്ഞു. പിന്നീട് ഞങ്ങൾ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. റോഡിന്റെ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് ഈന്തപ്പനകളും മലകളുമായി ഒരുപാട് കാണാക്കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവിടെ ഒരു പച്ച കാണുന്നുണ്ട്, ചെറിയൊരു പച്ചയുള്ളൊരു സ്ഥലം. ആ ചെറിയ പട്ടണത്തെയാണ് കുമ്ര എന്ന് പറയുന്നത്. ഇവിടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള കേവുകൾ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ കേവിനകത്ത് കയറാൻ പറ്റില്ല. അതുപോലത്തെ ഒരു കേവിലാണ് യെശയ്യാ പ്രവാചനം കണ്ടു കിട്ടുവാനിടയായത്. BC 700 എഴുതിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. സ്ക്രോളുകളിൽ ഉണ്ടായിരുന്ന ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറയും. വളരെ പ്രസിദ്ധമാണ് കുമ്രാൻ സംഭവം. മുന്തിരിത്തോപ്പിൽ എൻ്റെ പ്രിയൻ മൈലാഞ്ചി പൂക്കുല പോലെ എന്ന് ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അത് ഈ ഭാഗത്താണ്. ശലോമോൻ ജ്ഞാനിയാണ് അത് എഴുതുന്നത്. ദാവീദ് രാജാവിൻ്റെ മകൻ ശലോമോൻ. അങ്ങനെ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് ഏൻഗതി എന്നാണ് നമ്മൾ വലതുവശത്ത് കണ്ടത്. റോമാക്കാരും യഹൂദന്മാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു അത്. അതിൽ 1000-ഓളം യഹൂദന്മാര് യുദ്ധത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. 50-ഓളം പേരെ അവർ കൊല്ലപ്പെടുത്തി. ബാക്കി 900-ലധികം പേര് സ്വയം കൊല്ലപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. മറ്റവർക്ക് ബാക്ക് സൈഡിൽ ആ 3 സ്റ്റെപ്പുകൾ കാണുന്നുണ്ടോ? അതാണ് ഹെരോദാവിൻ്റെ കൊട്ടാരം. ആ 3 പടികൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഹെരോദാവിൻ്റെ ഒരു കൊട്ടാരം. ഇവിടെയായിരുന്നു ഹെരോദാവിൻ്റെ ഒരു കൊട്ടാരം. ഒടുവിൽ ആ യുദ്ധത്തിൽ 5 പേര് രക്ഷപ്പെട്ടു. 2 പുരുഷന്മാരും 3 സ്ത്രീകളും. അവരിവിടെ ഹൈഡ് ചെയ്തു, ഒളിച്ചു. അവരാണ് പിന്നെ ഈ കഥ പറയുവാനിടയായത്. അങ്ങനെ വലിയ യുദ്ധം നടന്ന സ്ഥലമാണ്. സീസറിയയിൽ നിന്നാണ് യുദ്ധം ആരംഭിച്ചത്. നമ്മൾ സീസറിയയിൽ പോയിരുന്നു. മൃഗ്നവിൻ കടലിൻ്റെ വശത്ത് ജോപ്പയിൽ പോയ ദിവസം നമ്മൾ പോയിരുന്നു. സീസറിയ വഴിയാണ് നമ്മൾ വന്നത്. കൈസരിയാണ് അവിടെ ശതാധിപൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ കൈസരിയിലെ ശതാധിപൻ്റെ അടുക്കിലേക്കാണ് കൊർനെല്യോസ്. ശതാധിപൻ്റെ പേരാണ് കൊർനെല്യോസ്. അവിടെയാണ് പത്രോസിനെ ദൈവം ദർശനം കൊടുത്തയച്ചത്. ഈ വലതുവശത്ത് അവിടെ നിന്നാണ് യുദ്ധം ആരംഭിച്ച് അവർ ഇവിടം വരെ എത്തിച്ചേർന്നു. ഇവിടെ വലിയ യുദ്ധം നടന്നു. അങ്ങനെ 1000-ഓളം പേര്, 900-ലധികം പേര് സ്വയം ആത്മഹത്യ ചെയ്തു. കാരണം അവർ മറ്റുള്ളവരുടെ കയ്യാൽ കൊല്ലപ്പെടാൻ പാടില്ല എന്നവർ വിചാരിച്ചിട്ട്, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ട് അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുകയായിരുന്നു. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറിയെന്നും ആ ഉപ്പുതൂണാണ് ഈ കാണുന്നത് എന്നുമാണ് വിശ്വാസം. യാത്രക്കിടയിലാണ് ഞങ്ങളിത് കണ്ടത്. ഇവിടെ ഈ കാണുന്നത് ചാവുകടലിൽ നിന്ന് മിനറൽസ് എടുക്കുന്ന ഫാക്ടറികൾക്ക് മുൻപിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഉപ്പുമലകളാണ്. കേരളത്തിലേക്കും ലോകത്തിന്റെ പല ഭാഗത്തേക്കും മിനറൽസ് ഇവിടെ നിന്നും കൊണ്ടുപോകാറുണ്ട്. ഇസ്രായേൽ മക്കളെ മോശ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെയാണ് അവർ യാത്ര ചെയ്യേണ്ടി വന്നത്. നമ്മൾ ജോർദാനിലായിരുന്നപ്പോൾ പറഞ്ഞു. അതുപോലുള്ള മലം പ്രദേശമാണ്. അതേസമയം മരുഭൂമിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നൂറ്റാണ്ടിൽ 60th century
16 നൂറ്റാണ്ടില് BC 16 നൂറ്റാണ്ടിൽ ഫറവോന്റെ കോപ്പർ മൈനാണ് വല സൈഡ് കാണുന്നത്. കോപ്പർ മൈൻ, ചെമ്പ് മൈൻ, ചെമ്പല്ലേ കോപ്പർ എന്ന് പറഞ്ഞാൽ മൈൻ ചെയ്യുമായിരുന്നു. ഖനി, ചെമ്പ് ഖനി. പിന്നീട് ഞങ്ങൾ അവിടെയുള്ള പ്രസിദ്ധമായ ഒരു സ്റ്റോൺ ഫാക്ടറിയിലെത്തി. അവിടെയുള്ള ഒരാൾ ഞങ്ങൾക്ക് സ്റ്റോണുകളെക്കുറിച്ചും അത് ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു തന്നു. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡയമണ്ട്സ് വരെ ഇവിടെ ലഭ്യമാണ്. പലതരത്തിലുള്ള സ്റ്റോണുകളെ കൊണ്ട് നിർമ്മിച്ച മനോഹരങ്ങളായ ആഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാറുകളുണ്ട്. ഇതാണ് ചെങ്കടൽ, ഇതാണ് റെഡ് സീ അല്ലെങ്കിൽ ചെന്നൈ. കടലിന്റെ കരയുടെ ഒത്തിരി യാത്ര ചെയ്യും. കുറേ കഴിയുമ്പോൾ ഈ വെള്ളം ചുവന്ന വെള്ളം പോലെ നമുക്ക് തോന്നും. ഇവിടെ അടിക്കുന്ന കോറലുകളാണ് പ്രധാന കാരണം. എണ്ണ സൗദി അറേബ്യയിൽ നിന്നാണ് എണ്ണ വരുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് സൗജന്യമായിട്ടാണ് എണ്ണ അവർ കൊടുക്കുന്നത്. ഒരു കളർ വ്യത്യാസം കാണുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വ്യത്യാസം നമുക്ക് വേറൊരു കളർ ഷീഡാണ്. അതുകൊണ്ടാണ് ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. പിറ്റേന്ന് ഞങ്ങൾ നേരത്തെ തന്നെ യാത്ര തിരിച്ചു. സ്യൂയസ് കനാലിന്റെ അടിയിലുള്ള ടണലിൽ കൂടെയാണ് ഞങ്ങൾ ഈജിപ്തിലെത്തിയത്. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈജിപ്തിലുള്ള സമുദ്രപാതയാണിത്. ഈ വഴിയിൽ അങ്ങോളം ഇരുവശത്തുമായി ഘടിപ്പിച്ചിട്ടുള്ള ലൈറ്റുകളുടെ വെളിച്ചം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഈ യാത്ര ഒരു രസകരമായ അനുഭവമാണ്. ഈജിപ്തിലെത്തിയ ഞങ്ങൾ അവിടുത്തെ പ്രശസ്തമായൊരു ഹോട്ടലിലാണ് റൂമെടുത്തത്. അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ആ ഹോട്ടൽ ഒരു കൗതുക കാഴ്ചയായിരുന്നു. ഹോട്ടലിന്റെ ഉൾഭാഗമാണിത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഈജിപ്തിൽ ഞങ്ങൾ സഞ്ചരിച്ച ബസ്സും അതിന്റെ ഡ്രൈവറുമാണ് ഇത്. ഈജിപ്തിലെ യാത്രയിൽ ആദ്യം കണ്ടത് ലോകാത്ഭുതങ്ങളിലൊന്നായ പിരമിഡുകളാണ്. പ്രാചീന ഈജിപ്തിലെ രാജാവ് ഫറവോൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫറവോന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഫറവോന്മാരുടെ മൃതശരീരങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ പിരമിഡുകളിലാണ്. ഇതിനോടൊപ്പം കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളും സൂക്ഷിച്ചിരുന്നു. ഇത്തരം മൃതശരീരങ്ങൾ മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 13.5 ഏക്കർ സ്ഥലത്താണ് ഒരു പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ കാണുന്ന ഓരോ കല്ലിനും 20 അടിയിലധികം പൊക്കമുണ്ട്. ഫറവോയുടെ പത്നിയുടെ പിരമിഡാണിത്. ഇത് മകന്റെ പിരമിഡും. സിംഹത്തിന്റെ ശരീരവും സ്ത്രീയുടെ മുഖവുമുള്ള ഭീമാകാരമായ ഈ ശില്പം സ്ഫിങ്കസ് എന്നറിയപ്പെടുന്നു. സ്ഫിങ്കസിന് പുറകിലുള്ള ഈ കാണുന്നതാണ് ഏറ്റവും വലിയ പിരമിഡ്.
പിന്നീട് അവിടെ നിന്നും നല്ല അത്തറുകൾ ലഭിക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോയത്. ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അത്തറുകൾ ഇവിടെ നിന്നും അയക്കാറുണ്ട്. യേശുവിന്റെ മഹത്വത്തെയും സഭയുടെ ഉത്ഭവത്തെയും ബൈബിളിലെ ഓരോ വാക്യങ്ങളെയും അർത്ഥവത്താക്കുന്നതായിരുന്നു ഞങ്ങൾ കണ്ടതും അറിഞ്ഞതും എല്ലാം. ഈ യാത്ര ഇത്രയും സുന്ദരവും സുഗമവും സന്തോഷപ്രദവുമാക്കിയതിന് എല്ലാമായ കർത്താവിനോട് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുന്നു.